നീയേ ആ മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിഞ്ഞതിന് സാക്ഷികളുണ്ട്. നീ അവിടുന്ന് തിരിച്ചു വരുന്നതും കണ്ടവരുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ വേണോ മിസ്റ്റർ ജീവൻ? എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ? സർ, വിത്ത് യുവർ പെർമിഷൻ ഇയാളെ അറസ്റ്റ് ചെയ്യാം. പ്ലീസ്. വാ. നടക്കടാ. നിക്ക. എന്റെ ചുറ്റുമുള്ളവര് മുഴുവൻ, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം നിങ്ങൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ടും മറിച്ച് ചിന്തിച്ചവളാണ് ഞാൻ. എന്റെ കൺമുന്നിൽ നടക്കുന്നതെല്ലാം എന്നെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നാടകം മാത്രമാണെന്ന് അമ്മ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഞാനത് നിഷേധിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു ചതിയണ, കൊലപാതകിയ. ഇനി ഞാൻ നിങ്ങളോട് പൊറുക്കില്ല. നിങ്ങളായിട്ട് ആരുമല്ല. നിത്യയും ജീവനും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. നിത്യ, നിത്യ. വാടാ, വായോണ്ട്. കേറണ അവിടെ.
എന്നോട് പൊറുക്കാമ. വാ. വന്നോ? എല്ലാരും കൂടെ കൊലപാതകയെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയ. നീ അകത്തേക്കല്ല. ഹോ, എന്തൊക്കെയായിരുന്നു നിത്യയുടെ പ്രകടനം. ജ്യോതിയുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ജീവനുമായിട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചവളാ. അവസരം കിട്ടിയപ്പോ ഓന്ത് മാറുന്ന പോലെ മാറിയത് കണ്ടില്ലേ? ആ, പറഞ്ഞിട്ട് കാര്യമില്ല. ആ മകനൊരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞിട്ടേ ആ അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നോ? ഓ, അത് പിന്നെ സുജാതയല്ലേ, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ. അപ്പൊ അവരുടെ മോന് കൊല്ലാം, കുഴപ്പമില്ല. ഈ പറയുന്ന ജീവന് ഒളിഞ്ഞും തിരിഞ്ഞും എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നത് നീ ഒറ്റൊരുത്തിയല്ലേ, അല്ലേടി? ആ, ഇനി അങ്ങനെ ഒരു കുറ്റം എന്റെ തലയിലേക്ക് എടുത്തു വെച്ചാ ഓ. ഇപ്പൊ എന്താ അച്ഛന് നേട്ടം? വേണമെങ്കിലേ ഇങ്ങനൊരു കെട്ടുകഥ ചമച്ചുണ്ടാക്ക്. നിത്യയുടെ മനസ്സില് ജീവനെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാകാൻ കാരണം വീണയാണ്. അതുകൊണ്ട് പാവം നിത്യ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നൊക്കെ. അച്ഛന്റെ ഉദ്ദേശം അതാണോ? എന്നിട്ട് ഈ മനുഷ്യനെ കൊണ്ട് നിത്യയെ കല്യാണം കഴിപ്പിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇവരുടെ വിവാഹം ഇനി എന്തിനാ നടത്തുന്നേ? അത് നേരത്തെ കഴിഞ്ഞതല്ലേ? ആ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. പള്ളിയില്ല, അറസ്റ്റിലായി ലോക്കപ്പിൽ കിടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനത് കണ്ടുപിടിച്ചിട്ട് തന്നെയാ പോയത്. വിവാഹം നടന്നുപോലും. നാണമില്ലാത്ത രണ്ട് കുടുംബങ്ങള്. ഒരു കൂട്ടർ ഒരു പെണ്ണിനെ കെട്ടിച്ചമച്ചൊരുക്കി വേറൊരുത്തന്റെ കിടപ്പറയിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. ഇവിടെയുള്ളവര് അത് കണ്ട് മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് നാണോ മാനെന്നൊക്കെ പറഞ്ഞു വരുമ്പോ നിങ്ങളെല്ലാരും അകത്തും വീണ പുറത്തും. വീണേ, മതി, നിർത്തിക്കോ. കഴിഞ്ഞില്ല. എനിക്ക് ആഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോ എല്ലാരും ജീവന്റെ അറസ്റ്റല്ലേ കണ്ടുള്ളൂ. പോലീസുകാർ ഇനിയും വരും, അറസ്റ്റുകൾ ഇനിയും നടക്കുകയും ചെയ്യും. അപ്പോ എല്ലാരും കൂടെ കൈകാലിട്ട് അടിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്തായാലും കുറെ കാഴ്ചകൾ കണ്ടിട്ടേ വീണ ഇവിടുന്ന് പോകും. അല്ല, എന്തുവാ അവള് പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ പോലീസ് വരുന്നൊക്കെ ആർക്കറിയാം? ഇവരുടെയൊക്കെ ബുദ്ധി പായുന്നതിന്റെ ഒപ്പം നമ്മുടെ ഒന്നും മനസ്സ് പോകില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. മക്കളെ,
നീ നിത്യയുടെ അടുത്തോട്ട് പോകുന്നില്ലേ? ഈ ഒരു അവസ്ഥയില് നിത്യയെ സമാധാനിപ്പിക്കാൻ നീ അല്ലാതെ പിന്നെ വേറെ ആരാ? ഞാൻ കഴുകനൊന്നും അല്ല ചത്തു കിടക്കുന്നവരെ അന്വേഷിച്ചു പോവാൻ. ഓ, മരിച്ചതിന് തുല്യോ അയാളുടെ മനസ്സിപ്പോ. അത് നേരെയാവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ, പ്രാർത്ഥനയുടെ ഫലങ്ങളാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലായിരുന്നെങ്കില് ഒരു പക്ഷെ നമ്മളെല്ലാരെയും കബളിപ്പിച്ച് നിത്യയും കൊണ്ട് അവൻ എവിടെയെങ്കിലും പോയേനെ ഇല്ലേ? നിത്യപാവ. ഓ, ദൈവത്തിന് പ്രിയപ്പെട്ടവളാ. അത്ര പെട്ടെന്നൊന്നും അയാളെ വെട്ടിവീഴ്ത്താൻ ആരെക്കൊണ്ടും പറ്റില്ല. കരയായിരിക്കും ഇപ്പോ. ആയിരിക്കും. കരഞ്ഞു തീർക്കട്ടെ. ഞാനൊരു മണ്ടനായിപ്പോയി. അല്ലെങ്കിൽ ഇത്രയും വില പിടിച്ച മനസ്സുള്ള ഒരാളെ ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ലായിരുന്നു. പക്ഷേ ഭാഗ്യമില്ലല്ലോ. ഐ ആം സോറി നിത്യ. റിയലി ഐ ആം സോറി. ജീവന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ടമ്മേ. ഇനി എന്തിനാ അങ്ങനെ ഒരാളെ വേദനിപ്പിക്കുന്നത്? അവന്റെ കണ്ണുകളിലെ ആ മാറ്റം നീ മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ അർത്ഥം നിന്റെ മുമ്പിൽ അവൻ അഭിനയിക്കുകയാണെന്നാണ്. എനിക്ക് മാപ്പ് തരണം നിത്യ. നിന്നെ നാണം കെടുത്തിയതിന്, നിന്നെ ദ്രോഹിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിനക്ക് വിധിക്കാം. ഞാനതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ, ഒരുപാട്. എനിക്ക് വേണ്ടത്ത ഡിവോഴ്സ് അമ്മ പിടിച്ചു വാങ്ങിക്കുന്ന എന്തിനാ? ഒരുപാട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷെ നിന്നെ അവന് കൊല്ലാനായി എറിഞ്ഞു കൊടുക്കില്ല എന്നത് എന്റെ തീരുമാനം. അമ്മ പറയുന്നത് പോലെ ജീവൻ തെറ്റുകാരനാണെന്ന് അമ്മ എനിക്ക് കാണിച്ചതാ. നിന്നോടതിൽ ഒപ്പിടാനാ ഞാൻ പറഞ്ഞത്. ഇല്ല, പിരിയാനുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടാതെ ഞാൻ ഒപ്പിടില്ല, ഒപ്പിടില്ല, ഒപ്പിടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീ നദിയിലൊടുക്കി വിട്ട റീനയുടെ ജഡമുണ്ടല്ലോ, ഇടത്തുരുത്തി എന്നൊരു സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. വാടകൊണ്ട്
அம்மா என்னம்மா யாருமே பேசாம ஒரே இருப்பு. சார் நீங்களாவது எதையாவது சொல்லுங்க சார். ശരവണ, അവൻ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു തടസ്സമായിരുന്നു. അവൻ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ പോകേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചില്ല. മുൻപ് അവനെ ഇതേ കേസിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴും അവൻ തെറ്റ് ചെയ്തിരിക്കില്ല എന്ന് കരുതിയിരുന്നു ഞാൻ. സാർ അവർക്ക് யாரைப்பற்றி ஒரு நினைப்பும் இல்லை சார். எல்லாவரையும் கொல்லணும், யாரும் சிரிக்கவே கூடாது, அப்படிதான் இருக்கு. സുജാതെ, എല്ലാം പോട്ടെ, സമാധാനിക്കെന്ന് പറയാൻ എളുപ്പമാണ് രഘുവേട്ട. പക്ഷെ എളുപ്പമല്ല. ഞാൻ മുൻപേ പറയില്ലേ, അവന്റെ വായിൽ നിന്നൊരു വാക്ക് തെറ്റി വീഴുമ്പോ, അവന്റെ പ്രവൃത്തിയിൽ ഒരു ദോഷം കാണുമ്പോ, അമ്മ എന്ന നിലയ്ക്ക് ഞാൻ തോറ്റു പോവാണെന്ന്. അത് പരിപൂർണമായ ദിവസമാണെന്ന് ഒരു കണക്കിന് പറഞ്ഞ അവന്റെ അമ്മയെ കൊന്ന ദിവസമാണ്. സാർ എടോ, താനിങ്ങനെ വിഷമിക്കാതെ. നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാം. ഇനിയെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചു തുടങ്ങാം. ഉറങ്ങാൻ കിടന്നാൽ പോലും ഉറക്കം കിട്ടാതെ, കഴിക്കാൻ മുന്നിലെടുത്തു വെക്കുന്നത് അതിന്റെ രുചി പോലും അറിയാതെ, ഏതോ ഭൂതത്താൻ കഥയിലെ നമ്മളെ പേടിപ്പിച്ചൊരു ഭൂതം അത് അതിന്റെ വഴിക്ക് പോയി. അങ്ങനെ വേണോ നീ കരുതാൻ? രഘുവേട്ട, കാത്തിരുന്ന് ജ്യോതിയുടെ കാര്യത്തില് നല്ലത് സംഭവിച്ച ദിവസമാണ്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചാ ഇത് നടന്നത്. മനുവിന്റെ കുടുംബം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവരിതൊക്കെ സഹിക്കുമോ? കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന രണ്ടുപേർ അവിടെയുണ്ട്, സാറേയും മനും. അതൊക്കെ അവര് പറഞ്ഞോളൂ. அம்மா நித்யாம எப்படி இருக்குன்னு தெரியாது, சென்று பாருங்க அம்மா. ചെല്ലു സുജാത, ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് അവരെയല്ലേ. താനൊന്ന് ചെന്ന് അവരുടെ അടുത്തിരിക്കും. രഘുവേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് മനുവിനെ ഒന്ന് വിളിക്കണം, ഒന്ന് സംസാരിക്കണം, കേട്ടല്ലോ? ശരി, താൻ ചെല്ല്. சார் எல்லாமே கைவிட்டு போயிடுச்சு சார். சுஜாதாமோட தைரியம், நித்யாமோட தைரியம் எல்லாமே போயிடுச்சு சார். இனி நீங்க வேணும் சார் அவருக்கு தைரியம் கொடுக்க. അമ്മ കരുതിയോ ഞാനിവിടെ ഇരുന്ന് കരയാണെന്ന്?
കാണിച്ചില്ല. അക്കാര്യത്തിൽ അമ്മയുടെ മോൻ എടുക്കണം. പോട്ടെ മോളെ. അച്ഛനും ഞാനും കൂടെ അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. 8 വർഷം അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു, പരസ്പര ധാരണയുണ്ടായിരുന്നു. ഇനി അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. എന്നേക്കുമായിട്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി.